ഹലോ ഗൈസ്, ഏതൊരു ബിസിനസ്സിനും ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് ഇന്ന് ഓൺലൈൻ പ്രസൻസ് മാൻഡേറ്ററി ആണ്. അതിൽ തന്നെ ഏറ്റവും മുൻതൂക്കം നൽകുന്നത് വെബ്സൈറ്റ്സിനാണ്. ഏതൊരു വെബ്സൈറ്റിന് 3 പാർട്ടാണുള്ളത്. അതിൻ്റെ സ്ട്രക്ചർ പാർട്ട്, അതിനായിട്ട് HTML യൂസ് ചെയ്യുന്നു, സ്റ്റൈലിങ്ങിനായിട്ട് നമ്മൾ CSS ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഫംഗ്ഷനാലിറ്റി പാർട്ടാണ്. ഫംഗ്ഷനാലിറ്റി പാർട്ടിനായിട്ട് ഉപയോഗിക്കുന്നത് ജാവാസ്ക്രിപ്റ്റ് എന്ന ലോകത്തിൽ തന്നെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു സീരീസ് ഓഫ് ജാവാസ്ക്രിപ്റ്റ് ട്യൂട്ടോറിയൽസിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. ഈ ട്യൂട്ടോറിയൽ പാർട്ടിൽ ഒരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഹിസ്റ്ററി എന്താണ് ജാവാസ്ക്രിപ്റ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ജാവാസ്ക്രിപ്റ്റ് എന്തൊക്കെ മേഖലകൾ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മളൊരു ഡെമോ, ഒരു പ്രോഗ്രാം കൂടെ ജാവാസ്ക്രിപ്റ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. So I'm Sahil, welcome to the new video of Edure Learning. എന്താണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ ഇൻ്റർപ്രെറ്റർ ലാംഗ്വേജ് ആണ്. അതുവഴി നമുക്ക് ഇൻട്രാക്റ്റീവ് ആൻഡ് ഡൈനാമിക് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. തുടക്കകാലത്ത് ഒരു സെർവർ സൈഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ടാണ് ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ക്ലയൻറ്റ് സൈഡ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് 1995 ബ്രണ്ടൻ എയ്ഷ് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റാണ് ഡെവലപ്പ് ചെയ്തത്. അദ്ദേഹം ഈ നെറ്റ്സ്കേപ്പ് കമ്മ്യൂണിക്കേഷൻ കോർപ്പറേഷൻ എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. ആദ്യകാലത്ത് ഇതിന് മോച്ച എന്നായിരുന്നു പേര് കൊടുത്തത്. പിന്നെ അതിനുശേഷം ലൈവ് സ്ക്രിപ്റ്റ് എന്നുള്ള പേരിലേക്ക് മാറ്റി. പിന്നെ അതിനുശേഷമാണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നുള്ള പേര് മാറ്റിയത്. ജാവാസ്ക്രിപ്റ്റ് ഇന്നിപ്പോൾ ലോകത്തിലെ മോസ്റ്റ് പോപ്പുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. ലോകത്തിൽ ഏകദേശം 1.6 ബില്യൺ വെബ്സൈറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ 95% വെബ്സൈറ്റ്സിൽ ജാവാസ്ക്രിപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ യൂസ് ചെയ്യാനുള്ള കാരണം, അല്ലെങ്കിൽ പോപ്പുലാരിറ്റി വരാനുള്ള കാരണം ജാവാസ്ക്രിപ്റ്റിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നുള്ളതാണ്. യൂറോപ്യൻ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ ആണ് ജാവാസ്ക്രിപ്റ്റിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് ഇങ്ങനെ കോഡും സിൻടാക്സും സെമാൻറ്റിക്സും ഒക്കെ സ്റ്റാൻഡേർഡൈസ് ചെയ്തതോടെ ഏത് ബ്രൗസറിൽ വേണമെന്നുണ്ടെങ്കിലും ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡ് എഴുതാമെന്നുള്ളൊരവസ്ഥ എത്തി. ഈ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ കാരണം ഏതൊരു വെബ് ബ്രൗസറിലും വർക്കാവുന്ന തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ജാവാസ്ക്രിപ്റ്റ് വഴി എഴുതാൻ സഹായിച്ചു. ഇതാണ് എൻ്റെ പോപ്പുലാരിറ്റി കൂടെയുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. ഇനി പറയാൻ വേണ്ടി ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ യൂസേഴ്സ് ആണ്. ആദ്യ കാലഘട്ടത്തിൽ സെർവർ സൈഡ് ആപ്ലിക്കേഷൻസ് വേണ്ടിയിട്ട് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്ന വൈഡ് വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻസിന് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. പ്രധാനത്തെയും ജാവാസ്ക്രിപ്റ്റിൻ്റെ യൂസ് ആണ് ഡൈനാമിക്കും ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് വെബ് പേജിനകത്ത് ഫോംസ്, വാലിഡേഷൻസ്, അനിമേഷൻസ് ഒക്കെ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് വഴി കൊണ്ടുവരാൻ കഴിഞ്ഞു. ജാവാസ്ക്രിപ്റ്റ് ഫ്രെയിംവർക്സ് ആയ റിയാക്ട്, ആംഗുലർ, വ്യൂ തുടങ്ങിയ ഫ്രെയിംവർക്സ് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ, വെബ്സൈറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. Node.js ഉപയോഗിച്ചിട്ട് നമുക്ക് സെർവർ സൈഡ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാം. നമുക്ക് ഗെയിംസ് വേണമെങ്കിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് വഴി ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ജാവാസ്ക്രിപ്റ്റിലെ ഇലക്ട്രോൺ എന്ന് പറയുന്ന ഫ്രെയിംവർക്ക് വെച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാം. ജാവാസ്ക്രിപ്റ്റിൽ തന്നെ ഫ്രെയിംവർക്കായ ബോട്ട് UI, ബോട്ട് പ്രസ് എന്നിവയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചാറ്റ് ബോട്ട് അല്ലെങ്കിൽ കോൺവെർസേഷണൽ ആപ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഡേറ്റ വിഷ്വലൈസേഷൻ, ഡാഷ്ബോർഡ്സ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ജാവാസ്ക്രിപ്റ്റിൽ D3.js എന്ന് പറഞ്ഞ ഫ്രെയിംവർക്ക് ഉണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്കും ജാവാസ്ക്രിപ്റ്റ് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെന്ന് നമ്മൾ എഡ്യൂ ലേണിംഗിൻ്റെ അഡ്വാൻസ്ഡ് കോഴ്സ് ഉണ്ട് ജാവാസ്ക്രിപ്റ്റിൻ്റെ. സോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ can connect with me at 9746211123. ഇനി പറയാൻ പോകുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ജാവാസ്ക്രിപ്റ്റ് പഠിക്കണമെന്നുള്ളതാണ്. ജാവാസ്ക്രിപ്റ്റ് ആദ്യമേ സൂചിപ്പിച്ച ലോകത്തിലെ മോസ്റ്റ് പോപ്പുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. 95% വെബ്സൈറ്റിലും അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ജാവാസ്ക്രിപ്റ്റിലുള്ള ജോബ് ഓപ്പണിങ്സ് കൂടുതലാണ്. ജാവാസ്ക്രിപ്റ്റ് അറിയാവുന്നവർക്ക് US-ലേക്ക് $75,000 ആണ് ഫ്രഷേഴ്സിനായിട്ടുള്ള സാലറി. ഇന്ത്യ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4.4 lakhs and above ആണ് ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്പേഴ്സ്, സ്കിൽഡ് ആയിട്ടുള്ള ഡെവലപ്പേഴ്സ് സാലറി എന്ന് പറയുന്നത്. ഇവൻ ലോകത്തിലെ മൾട്ടിനാഷണൽ കമ്പനീസായ ഫേസ്ബുക്കും, ആമസോണും, നെറ്റ്ഫ്ലിക്സും, ഗൂഗിളും, മൈക്രോസോഫ്റ്റും ഒക്കെ ജാവാസ്ക്രിപ്റ്റ് അറിയാവുന്നവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വെറൈറ്റി ഓഫ് ജോബ് റോൾസ് നമുക്ക് നേടാമെന്നുള്ളതാണ്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് വെബ് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാം, ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാം, മൊബൈൽ ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് ബാക്കിയുള്ള പ്രോഗ്രാം, അതായത് C++, ജാവയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എളുപ്പമാണ് പഠിച്ചത്. ഇപ്പോൾ ആസ് എ ബിഗിനർ എപ്പോഴും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൺസിഡർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെയാണ് നിങ്ങൾ ജാവാസ്ക്രിപ്റ്റ് കൺസിഡർ ചെയ്യുന്നുള്ള എൻ്റെ സജഷൻ എന്ന് പറയുന്നത്. നാലാമതായിട്ട് ഓൺഗോയിങ് ഡെവലപ്പ്. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ദിനം പ്രതി ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. ഓരോ ദിവസവും ജാവാസ്ക്രിപ്റ്റിൽ പുതിയ ഫ്രെയിംവർക്ക്സ് ആഡ് ചെയ്യുന്നുണ്ട്, പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്, ഓരോ ലൈബ്രറീസ് ജാവാസ്ക്രിപ്റ്റിൽ ആഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ അകത്തുള്ള കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ കമ്മ്യൂണിറ്റിയുടെ ആക്സസ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾക്ക് ഈ ഒരു കാരണങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള യു ക്യാൻ കണക്ട് വിത്ത് മീ at 9746211123. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് നമുക്കൊരു ബേസിക് ആപ്ലിക്കേഷൻ എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ്. നോർമലി ഏത് പ്രോഗ്രാം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരു എൻവയോൺമെൻറ്റ് വരും. ബട്ട് ജാവാസ്ക്രിപ്റ്റ് എല്ലാ ബ്രൗസേഴ്സിലും എമ്പോഴാണ് നമ്മൾ ഗൂഗിൾ ക്രോമിൽ ബേസിക് ആയിട്ടൊരു ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അതിനായിട്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പുതിയൊരു വിൻഡോ കാണാം. ഇതിൻ്റെ അകത്ത് കൺസോൾ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യും. കൺസോളിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം console.log hello
ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ എൻ്റർ അടിക്കുക. സോ ഇത് ബേസിക്കലി നിങ്ങൾ മനസ്സിലായി കാണും ഒരു കാര്യം പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി വരുന്ന സെഷൻസിൽ പഠിക്കുന്നതാണ്. So I'm Sahil signing off. Thank you.